ഞാൻ കവിത. കവിതാസ് പോസിറ്റീവ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോസ് കാണാറുണ്ടോ? കാണുന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും മറക്കണ്ട. തൊട്ടടുത്തൊരു ബെല്ലൈക്കനുണ്ട്, അതുകൂടെ പ്രസ് ചെയ്യണേ. ഓക്കെ, നിങ്ങൾ എൻ്റെ വീഡിയോസ് കണ്ടു നോക്കൂ. നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലുവേല മസാലക്കറി, ഉരുളക്കിഴങ്ങ് കൂടി ഇട്ടുള്ള ഒരു മസാലക്കറി ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്ക് പറ്റിയ കറിയാണ്. ഇതുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് എന്താണെന്നറിയാമോ? ഇത് ഉലുവയുടെ ഇലയാണ്. ഇവിടെ ഡൽഹിയിലാണ്. ഇപ്പോൾ ഡൽഹിയിൽ ഇപ്പോൾ തണുപ്പായ കാരണം ഭയങ്കര നല്ല ഇതിൻ്റെ സീസണാണ്. നല്ല ഫ്രഷാണ് ഇത് കിട്ടുന്നത്. ഇതുകൊണ്ട് നമുക്ക് ഇതും ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് നമുക്ക് ചപ്പാത്തിക്ക് ഒരു മസാലക്കറി ഉണ്ടാക്കാം. ഡ്രൈ മസാല ഉണ്ടാക്കാം. ഇത് നല്ല ഇതിൻ്റെ കട്ടിയുള്ള തണ്ടൊക്കെ മാറ്റി, കിളുന്ന തണ്ട് കുഴപ്പമില്ല. എന്നിട്ട് നല്ല വളരെ ചെറുതായി നമുക്ക് അരിയായത് ഇതുപോലെ തീരെ ചെറുതായിട്ട് അരിയുക. ഇത് നമുക്ക് ഉലുവയില മസാല ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: ഉള്ളി, ഒരു 2 ഉള്ളി നീളത്തിലരിഞ്ഞത്, ചെറുതായിട്ട് ഒരു മീഡിയം സൈസിൽ നീളത്തിൽ. ഇത് 2 പച്ചമുളക്, പിന്നെ ഇത് ഉള്ളി, ഇത് വെളുത്തുള്ളി, ഇഞ്ചി, മഞ്ഞൾ ഇതെല്ലാം കൂടെ ചതച്ചത്, തക്കാളി ഒരു ചെറുത്, ഒരുപാട് തക്കാളി വേണ്ട, ചെറുത് മതി. പിന്നെ ഉരുളക്കിഴങ്ങ്, ഇത് പുഴുങ്ങി വെച്ചേക്കുവാണ്. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഒരെണ്ണം. പിന്നെ നേരത്തെ കാണിച്ചല്ലോ ഉലുവേല നല്ല ചെറുതായിട്ട് അരിഞ്ഞു വെക്കുക. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഉലുവ മസാലയ്ക്ക് വേണ്ടത്. എണ്ണ ചൂടായി കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇത് മിക്സ് കടുകാണ്. ഇതിനകത്ത് ഈ പെരുംജീരകമുണ്ട്, ജീരകം, ഉലുവ, നല്ല ജീരകം എല്ലാം ഉണ്ട്. ഓക്കെ, ഇത് നമുക്ക് ഈ മസാലക്കറിക്ക് ഒരു പ്രത്യേക ഫ്ലേവർ തരും. ഇപ്പോൾ കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം അരിഞ്ഞു വെച്ചത് ചേർക്കുക. ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞൾ ഇതെല്ലാം ചതച്ചരച്ചിട്ട് കൂടെ നമുക്ക് ചേർക്കുക. എല്ലാം കൂടെ ചേർത്ത് നല്ലതായിട്ട് വഴറ്റുക. ഉള്ളി ജസ്റ്റ് ഒന്ന് വഴന്ന് കഴിയുമ്പോൾ, ഭയങ്കര ഗോൾഡൻ ബ്രൗൺ ഒന്നും ആവണ്ട, ജസ്റ്റ് വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കുക. തക്കാളി ചേർത്ത് നന്നായിട്ട് ഇളക്കി അത് വഴറ്റുക. അത് വഴന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, മഞ്ഞൾ ചേർക്കണ്ട. ഇതിൽ ഓൾറെഡി മഞ്ഞൾ ചതച്ചത് നമ്മൾ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് മഞ്ഞൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് ഈ മസാലകൾ നല്ല ഇതായിട്ട് മൂക്കണം. നല്ലതായിട്ട് മൂത്ത് കഴിഞ്ഞ ശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക. വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ വഴറ്റുക. വെന്തങ്ങ് ഭയങ്കര വെന്തുടയാൻ പാടില്ല, അതിങ്ങനെ കഷ്ണമായിട്ട് തന്നെ കിടക്കണം. അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച ഉലുവയുടെ ഇല ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. കുറച്ച് സമയം വേവണം. ഓൾറെഡി ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് വെന്തതാണ്, പിന്നെ ഈ ഇല മാത്രം വെന്ത് കിട്ടിയാൽ മതി. അത് ഒരുവിധം നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ പിന്നെ നമുക്ക് അടപ്പ് തുറന്ന് ഇളക്കി അത് ഡ്രൈ ആക്കി എടുക്കാം.
കണ്ടോ, അടപ്പ് തുറന്നപ്പം വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആയിട്ടുണ്ട്. ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ചേർക്കുക, കുറച്ച് ഗരം മസാല കുറച്ച് ചേർക്കുക, ഒരു 2 പിഞ്ച് ഗരം മസാല ചേർക്കുക. നന്നായിട്ട് ഇളക്കി നല്ല തോർത്തിയെടുക്കുക. നല്ല വെള്ളമൊക്കെ പറ്റി നല്ല ഡ്രൈ ആക്കി എടുക്കുക. നല്ല വെള്ളം ഒട്ടും പാടില്ല. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉലുവയില മസാല കറി റെഡി. കണ്ടോ, നമ്മുടെ ഉലുവയില മസാല കറി റെഡി. ഇതിൽ അധികം മസാലകളുടെ ഒന്നും ആവശ്യമില്ല, കാരണം ഈ ഉലുവയിലയ്ക്ക് തന്നെ നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇതിന് കുറച്ച് മസാല മതി. അതുപോലെ ഗരം മസാലയൊക്കെ ആണെങ്കിൽ കുറച്ച് മതി, ഏലക്കയുടെ ഒന്നും ആവശ്യമില്ല. ഇത് ഉലുവയിലയ്ക്ക് തന്നെ നല്ല ഫ്ലേവറാണ്. അപ്പോൾ ഇത് കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ഫ്ലേവറായിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.